ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ കട്ട് വീഡിയോ ആണ്. ഇത് നമ്മൾ ലെയർ കട്ടാണ് ചെയ്തിട്ടുള്ളത്, അതായത് മിഡിൽ ലെവൽ ലെയർ കട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടോണി ആൻഡ് ഗെയിൽ പോയിട്ടുണ്ടായി. അപ്പോൾ ഇത് എൻ്റെ മുടിയൊന്നുമല്ല, എനിക്ക് ഇത്ര മുടിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതെൻ്റെ സിസ്റ്റർ ഇൻ ലോ ആണ്. അപ്പോൾ ആൾക്ക് നല്ല തിക്കും അതുപോലെ ലെങ്ത്തും ഉള്ള മുടിയാണ്. അപ്പോൾ അവർ നമ്മളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇത്ര അളവിൽ നമ്മൾ മുടി കട്ട് ചെയ്യണം, അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെയാണ് അവർ ഫസ്റ്റ് നമ്മളോട് ചെക്ക് ചെയ്ത് നോക്കുന്നത്. അതിനുശേഷം മസ്റ്റായിട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്യും. ഹെയർ വാഷ് ചെയ്തതിന് ശേഷമാണ് ഹെയർ കട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലൊരു ബേസിനിൽ വെച്ചിട്ട് അവർ നമ്മുടെ മുടി നന്നായിട്ട് കഴുകി തരും. അപ്പോൾ ഇവിടെ അവർ കഴുകുകയെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി കുളിച്ചിട്ട് പോവുകയാണെങ്കിൽ പോലും അവർ എന്തായാലും ഹെയർ വാഷ് ചെയ്യും. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ഷാമ്പൂ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ മുടിയൊക്കെ ഡ്രൈ ആയിട്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവർ നല്ല ബെസ്റ്റായിട്ടുള്ള ഷാമ്പൂ ഒക്കെ ചെയ്ത് നമ്മുടെ മുടിനെ അത്യാവശ്യം സോഫ്റ്റനാക്കിയ ശേഷമാണ് ഹെയർ കട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ പാർലറിലും ഇങ്ങനെ തന്നെയാണ്, ഹെയർ വാഷിന് ശേഷം മാത്രമാണ് ഹെയർ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഹെയർ വാഷാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അവർ യൂസ് ചെയ്തിട്ടുള്ളത് റിപ്പയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷാമ്പൂ ആണ്, അതായത് വെല്ല പ്രൊഫഷണലിൻ്റെ റിപ്പയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷാമ്പൂ ആണ്. ശരിക്കും ഭയങ്കര അടിപൊളിയാണ്. അതിൻ്റെ തന്നെ മാസ്കുമാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. ഭയങ്കരമായിട്ട് സോഫ്റ്റനായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ നമുക്കറിയാമല്ലോ, നമ്മുടെ ഹെയർ ഇങ്ങനെ വേറെ ആൾ കഴുകി തരുമ്പോൾ അതൊരു പ്രത്യേക സുഖമാണ്. നമ്മളിങ്ങനെ കിടന്നു കൊടുക്കുക, അവരിങ്ങനെ ചെയ്തു തരാമെന്ന് പറയുമ്പോൾ നല്ല സുഖമാണ്. കാരണം നല്ലതായിട്ട് നമ്മുടെ ഹെയർ എന്ത് ചെയ്യും, ക്ലീനാക്കി കിട്ടും, സ്കാൽപ്പും കാര്യങ്ങളൊക്കെ. നമ്മൾ ചിലപ്പോൾ വാഷ് ചെയ്യുമ്പോൾ നമുക്കത്ര വാഷ് ചെയ്യും, അങ്ങനെയല്ല, നമുക്ക് അത്ര ഈസി ആയിരിക്കില്ല നല്ല മുടിയൊക്കെ ഉള്ള ആൾക്കാർക്ക് കേട്ടോ. കുറച്ച് മുടിയൊക്കെ ആകുമ്പോൾ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ ഒരുപാട് മുടിയുള്ളവർക്ക് അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് അവർ കഴുകിയെടുത്തു. അതിനുശേഷം ഇപ്പം ഞാൻ പറഞ്ഞ ഷാമ്പൂവിൻ്റെ തന്നെ ഒരു മാസ്കാണ് കണ്ടീഷണറായിട്ട് അവർ യൂസ് ചെയ്യുന്നത്. അതുകൂടി ഇട്ടിട്ടാണ് ഒന്നുകൂടെ ഹെയർ അവർ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ മാസ്കും കാര്യങ്ങളൊക്കെ ഇട്ട ശേഷം അവർ ഹെയർ വാഷ് ചെയ്തു. അതിൻ്റെ ഇടയിൽ തന്നെ അവർ നമുക്ക് ചെറുതായിട്ടൊരു മസാജ് ചെയ്യുന്നുണ്ട്. ചെറിയ മസാജാണ്, അതൊരു 5 മിനിറ്റ്സ് തന്നെ ഉള്ളൂ. അതുപോലെ ചെറുതായിട്ടൊന്ന് ഹെയർ മസാജ് ചെയ്യുക, പക്ഷെ അത് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ആ ഒരു മസാജും കൂടെ ചെയ്തിട്ട് ഒന്നുകൂടെ ഹെയറിൽ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ട് അവർ നന്നായിട്ട് ഹെയർ ഒന്ന് പിഴിഞ്ഞെടുത്ത് പിന്നെ ഒരു ടക്കി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഒപ്പിയെടുക്കുകയാണ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ഉറച്ച് വെള്ളം കളയുന്നില്ല, ചെറുതായിട്ട് ഒപ്പിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഹെയർ കട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അഡ്വാൻസ്ഡ് ലെയർ കട്ടായിരുന്നു. പിന്നെ നമ്മളത് മാറ്റി. അപ്പോൾ ആൾ ചോദിച്ചു, സൈഡ് ലെയർ വേണോ അതോ നിങ്ങൾക്ക് മിഡിൽ ലെയർ വേണോ അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മൾ മിഡിൽ ലെയർ ഓക്കെ എന്ന് പറഞ്ഞിട്ട് മിഡിൽ ലെയറാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഒത്തിരി ലെങ്ത്ത് കുറയ്ക്കാതെ നമുക്ക് അതിനനുസരിച്ച് ലെങ്ത്ത് കുറയ്ക്കാതെ, മുടി ഒത്തിരി പോവാതെ എന്നാൽ ലെങ്ത്തൊന്നും അങ്ങനെ കുറയാത്ത രീതിയിൽ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന്. പിന്നെ ലെയറാകുമ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് കുറേ മുടി പോവും, പക്ഷെ നമുക്ക് ലെങ്ത്ത് കുറയ്ക്കാതെ ചെയ്യാനായിരുന്നു കൂടുതലായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആളത് പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഫസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളടുത്ത് ഹെയർ വാഷിന് മുന്നേ നമ്മളടുത്ത് ചോദിച്ചുവല്ലോ ഇത്ര ഹെയർ നമ്മൾ ലെവൽ ചെയ്യാൻ കട്ട് ചെയ്യട്ടെ എന്ന്. ആ ലെവലിൽ അവർ ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എല്ലാം ഒരേ ലെവലിലാക്കും. അതിനുശേഷമാണ് അവർ ലെയർ കട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഞാനിത് കുറച്ച് സ്പീഡായിട്ട് എടുത്തിട്ടുണ്ട്, കാരണം നമുക്ക് വളരെ മെല്ലെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ എടുക്കുമ്പോൾ മെല്ലെയായിരുന്നു, ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡാക്കി. അങ്ങനെ ലെവലാക്കിയതിന് ശേഷം ഓരോ പാർട്ടീഷൻ എടുത്തിട്ടാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്, ലെയർ കട്ട് അവർ ചെയ്തു തരുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞാൻ വെറുതെ ഇരിക്കുകയാണ്, ഇതൊക്കെ കണ്ടുകൊണ്ട് വീഡിയോ എടുത്തിട്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഹെയർ കട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്കങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഹെയർ ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഹെയർ കട്ടൊന്നും പരീക്ഷിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഹെയർ കട്ട് ചെയ്യുന്നത് കാണാനും, അങ്ങനെ ചെയ്തിട്ടൊക്കെ ഉള്ളവരൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അവർ ചെയ്യണതും അങ്ങനെയൊക്കെ കാര്യങ്ങൾ വീഡിയോ എടുക്കുകയും അങ്ങനെ മുടി നോക്കുകയും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഹെയർ കട്ടിന് ശേഷം ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്തു. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ചീവി കൊടുത്തിട്ട് നമ്മൾ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും അഡീഷണൽ ഹെയർസ് ഉണ്ടോ ഒക്കെ നോക്കിയിട്ട് അതുകൂടെ അവർ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് പാർലർ ഉണ്ടായ സമയത്ത്, നാട്ടിൽ പാർലർ ഉണ്ടായ സമയത്തും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നോക്കിയിരിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ എടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ സർവീസാണ്. അതായത് അവർ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കും, ഓക്കെ ആണല്ലോ, ഓക്കെ ആണോ, പെർഫെക്റ്റ് ആണോ, ഈ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമായോ, അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് എന്താ പറയുക, നമ്മളതിൽ എൻജോയ് ചെയ്യും. അവർ ചെയ്യണ വർക്കിൽ നമ്മളും എൻജോയ് ചെയ്തിട്ടാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമുക്കും അപ്പോൾ നമ്മൾ പറഞ്ഞു, എങ്ങനെയാണ് നിങ്ങൾക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഓരോ
ഞാൻ പറഞ്ഞല്ലോ ബ്ലോ ഡ്രൈ ചെയ്തു, അതിനുശേഷം കട്ട് ചെയ്ത് അങ്ങനെ വീണ്ടും ഒക്കെ ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ജസ്റ്റ് അവരതൊന്ന് സ്റ്റൈലിഷ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ആ സ്റ്റൈലിഷ് ചെയ്യുന്ന രീതിയൊക്കെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ താഴ്ത്തി കൊണ്ടുവന്ന ബ്രഷ് വെച്ച് അവരിങ്ങനെ അതിങ്ങനെ ഒന്ന് എന്താ പറയുക, നല്ല ഒരു കൂട് പോലെ ആക്കിയിട്ട് അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും. ഇങ്ങനെ ഇവരെടുക്കുന്ന ഓരോ പാർട്ടീഷനും അവരങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യം ബ്ലോ ഡ്രൈ ചെയ്ത് ആ ടെൻറ്റിൽ അവർ ആ ബ്രഷ് ഇങ്ങനെ വെച്ച് ഒന്ന് വട്ടത്തിലാക്കും. അത് കഴിഞ്ഞിട്ട് കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും. എന്തോരം രസമാണെന്ന് അറിയാം അത് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് അറിയാമല്ലോ, നമ്മളിത് ഹെയർ കട്ട് ചെയ്ത് ആ ഒരു ദിവസം ഇവരെ സെറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇത് ഇങ്ങനെയൊക്കെ കിടക്കൂ. പിന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇത് എന്താ പറയുക, ഒരു വാഷ് കഴിയുമ്പോഴേക്കും ഇത് ആകെ മൊത്തം പോയിട്ടുണ്ടാവും. പിന്നെ നമുക്കങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. നമുക്കിപ്പോൾ ബ്ലോ ഡ്രൈയും അല്ലെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കണമെങ്കിൽ സ്ട്രെയിറ്റ്നറൊക്കെ ഉപയോഗിച്ചാൽ നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരുപാട് മുടിയുള്ളവർക്കൊന്നും ഒരാളുടെ ഹെൽപ്പില്ലാതെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, നമുക്കതിനനുസരിച്ച് സമയം വേണം. പിന്നെ അതുമല്ല, നമുക്ക് അത് നല്ല രീതിക്ക് കെയർ ചെയ്യണം. ഇപ്പം നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതൊന്നും മുടിക്ക് അത്ര നല്ലതല്ല. എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ വല്ലപ്പോഴും ഫംഗ്ഷനോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ചെയ്യുമ്പോൾ അത് അത്ര പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഡെയിലി സ്റ്റൈലിഷ് ആവാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ, ഇനിയിപ്പോൾ സ്ട്രെയിറ്റനിങ് ആയിക്കോട്ടെ ഡ്രയർ ആയിക്കോട്ടെ എന്ത് നമ്മൾ യൂസ് ചെയ്താലും അതിനൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടാവും. നമ്മുടെ മുടിയിൽ നല്ല രീതിക്ക് ഡാമേജ് വരും. അത് സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടാവാനും ഹെയർ എന്താ പറയുക ബ്രേക്കേജ് ഉണ്ടാവാനും ഒക്കെ ആവും അത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോഴൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് ഹെയർ കട്ടിങ് കഴിഞ്ഞു, ബ്ലോ ഡ്രൈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ അവർ കണ്ടു നമ്മളിങ്ങനെ കാണിച്ചു തരാണ്, അത് സെറ്റ് ചെയ്യുന്ന രീതിയാണ്. നമ്മൾ ഒത്തിരി വീഡിയോസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടില്ലേ. ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. അതിങ്ങനെ കുടഞ്ഞെടുക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അടിപൊളിയായിരുന്നു. റോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാഫാണ് നമുക്ക് ഈ ഹെയർ കട്ട് ചെയ്ത് തന്നിട്ടുള്ളത്. ഭയങ്കര നല്ല സർവീസാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ലോങ് ഹെയർ ഒക്കെ ഉണ്ട്, കട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.